കോവിഡിന് ശേഷം മലയാള സിനിമാ മേഖലയ്ക്കുണ്ടായ അതിശയകരമായ ഒരു മാറ്റമുണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർഡമല്ല കലാമൂല്യത്തെ നിർണ്ണയിക്കുന്നതെന്ന് ലോക സിനിമയെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മലയാള സിനിമ. ചെറിയ ബജറ്റ് സിനിമകൾ പോലും വലിയ ചലനങ്ങൾ സിനിമാ വ്യവസായത്തിൽ ആകെയുണ്ടാക്കിയത് സിനിമ എന്ന സ്വപ്നത്തെ ഹൃദയത്തിൽ പേറി നടന്ന സാധാരണക്കാരന് പോലും നൽകിയ ആത്മവിശ്വാസവും ചെറുതല്ല. പക്ഷേ ചെറുപ്പക്കാർ പോലും ആവേശത്തോടെ കണ്ട സിനിമാക്കാർ ലഹരിയുടെ വാഹകരാകുന്നു എന്ന വാർത്തകൾ തെല്ലരമ്പരപ്പോടെയല്ലാതെ കാണാനാകുന്നില്ല. പക്ഷേ എത്ര വമ്പന്മാരായാലും ലഹരിയോട് വേണ്ടത് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാകണം. കല കൈമുതലായവർക്ക് മാത്രം സമൂഹത്തിൽ കിട്ടുന്ന ചില പ്രിവിലേജുകളുണ്ട്. അതാണ് ലഹരി കേസിൽ പിടികൂടിയിട്ടും ഷൈൻ ടോം ചാക്കോയ്ക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകിയത്. മികച്ച സിനിമകൾ സമ്മാനിക്കുകയും സമൂഹം ആഘോഷിക്കുകയും ചെയ്യുന്ന ഖാലിദ് റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്ക് വീണ്ടും വീണ്ടും ഈ പ്രിവിലേജ് കിട്ടും എന്നതിലും തർക്കമില്ല. ആ ഉറപ്പ് ഏറ്റവും കൂടുതലുള്ളത് പിടിക്കപ്പെടുന്ന ഇക്കൂട്ടർക്ക് തന്നെയാണ്. മദ്യപാനവും പുകവലിയും ഒക്കെ പുരുഷത്വത്തിന്റെ തന്നെ അടയാളങ്ങളായി അടിച്ചേൽപ്പിച്ച ചലച്ചിത്ര മേഖല ഇന്ന് ലഹരിയെയും നോർമലൈസ് ചെയ്യുന്നത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാനാകും. കഥാപാത്രങ്ങളുടെ ഹാങ് ഓവറിൽ ജീവിക്കുന്ന നായകന്മാർ സമൂഹത്തിനുണ്ടാക്കുന്ന വിപത്തിനെ ചെറുക്കാൻ നാടൊരുമിച്ച് നിൽക്കണം. പ്രശ്നം സിനിമാ മേഖലയിൽ മാത്രമാണോ എന്ന മറുചോദ്യം ഉയർത്തി ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുകയല്ല വേണ്ടത്. ഇവിടെ വില്ലൻ ലഹരിയാണ്, തലമുറകളെ ഒന്നാകെ വിഴുങ്ങുന്ന ലഹരി.